ഓം നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവതു തദ്ഭക്താരമവതു അവതു മാം അവതു ഭക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ആത്മജ്ഞാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ശരീരം, മനസ്സ്, ബോധം, ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇതുവരെ ചെയ്തതും അതുതന്നെയാണ്. ശരീരം എന്നത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ ശരീരം ഞാനെന്ന ബോധത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സ്, അത് നമ്മുടെ അന്ധകരണമാണ്, സബ്റ്റിൽ ഇൻസ്ട്രുമെൻ്റാണ്. അതും ഞാനെന്ന ബോധത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ബോധം എന്ന തലത്തിലേക്ക് എത്തുന്നത്. ബോധം എന്നത് കോൺഷ്യസ്നസ്, നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നതാണ് ഈ ബോധം എന്ന വാക്ക്. അതുപോലെ ബോധത്തിന് ആത്മാവ് എന്നും നമ്മൾ അറിയപ്പെടാറുണ്ട്. സാധാരണയായിട്ട് പറയുന്നത് തന്നെയാണ് ആത്മാവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോൺഷ്യസ്നസ്, അവെയർനെസ് എന്നതാണ് ഈ ബോധം. അപ്പോൾ ഈ ബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാനെന്ന ബോധത്തിൽ നിന്ന് ശരീരം, മനസ്സും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ആത്മജ്ഞാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കുന്നത്. ശരീരം സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, നിത്യമല്ല. പക്ഷെ ഞാൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാനെന്ന ബോധം എപ്പോഴും അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ശരീരത്തിൻ്റെ അവസ്ഥകളെ, മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാറ്റമുള്ള ശരീരവും മാറ്റമില്ലാത്ത ബോധവും വ്യത്യാസമാണ്. അവിടെയാണ് നമ്മൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ശരീരം എത്ര കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൻ്റെ അവസ്ഥകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബോധത്തിന് ഒരു മാറ്റവും ഇല്ല. ശരീരത്തിന് പ്രായമാവുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ മനസ്സിലാക്കുന്നത് ഞാനെന്ന ബോധമാണ്. ആ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സാക്ഷിയാണ് ഞാൻ. കാര്യം, ഏത് വസ്തുക്കൾ നമ്മൾ കാണുന്ന സമയത്തും ആ വസ്തുക്കളെ കാണുന്നത് ഞാനാണ്. ആ വസ്തുക്കളും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനും ആ വസ്തു ഒന്നല്ല. ആ ഒരു വ്യത്യാസമാണ് നമ്മൾ ഈ ശരീരത്തിലും കാണുന്നത്. നമ്മളുടെ അവെയർനെസ്സിൽ വരുന്ന കാര്യമാണ് ശരീരം എന്ന് പറയുന്നത്. കണ്ണ് പൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അറിയാം നമ്മുടെ ഈ ശരീരത്തെ. ശരീരം ഒരിക്കലും കോൺഷ്യസ് അല്ല. ശരീരം കോൺഷ്യസ് ആണെങ്കിൽ ആണോ? ശരീരം കോൺഷ്യസ് അല്ല. ഒരിക്കലും ശരീരം കോൺഷ്യസ് അല്ല. നമ്മളാണ് ശരീരത്തിനെ പറ്റി കോൺഷ്യസ് ആവുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്ന സമയത്ത് വസ്തുക്കൾ നമ്മളെ കാണുന്നില്ല. നമ്മളാണ് വസ്തുവിനെ കാണുന്നത്. അപ്പോൾ നമ്മളിലാണ് അവെയർനെസ് ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ കൈ കാണുന്ന സമയത്ത് കൈ തിരിച്ചെന്നെ കാണുന്നില്ല. എൻ്റെ കൈ ഒരിക്കലും എന്നെ കാണുന്നില്ല. പക്ഷെ കൈയെ ഞാനാ കാണുന്നത്. അപ്പോൾ എൻ്റെ അവെയർനെസ്സിലാണ് ഈ കൈ ഉള്ളത്. അപ്പോൾ അവെയർനെസ്സിൽ എന്തുണ്ടോ അത് ഞാനുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
അതുപോലെ തന്നെയാണ് മനസ്സും എൻ്റെ അവെയർനെസ്സിലാണ് ഉള്ളത്. മനസ്സിൻ്റെ മാറ്റങ്ങളാണ് എൻ്റെ ബോധത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് ഞാനുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഞാനല്ല മനസ്സെന്നത്. അങ്ങനെയാണ് നമ്മൾ ബോധത്തിലേക്ക് എത്തുന്നത്. ആ ബോധം എന്നത് കോൺഷ്യസ്നസ്, ശരീരവും മനസ്സും അല്ലാത്ത ബോധം, അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച മാർഗങ്ങളാണ് പഞ്ചകോശ വിവേകം. പിന്നെ അതുപോലെ തന്നെ ദൃക് ദൃശ്യ വിവേകം. പഞ്ചകോശ വിവേകം എന്ന് പറയുമ്പോൾ 5 കോശങ്ങൾ, അത് 5 ശരീരത്തെ 5 കോശങ്ങളായിട്ട് വേർതിരിച്ച് കാണിക്കുന്നതാണ്. അതിൽ അന്നമയം എന്ന് പറയുന്നത് ശരീരം, അന്നം കൊണ്ട് ഉണ്ടായ ശരീരം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ശരീരം നമ്മുടെ അവെയർനെസ്സിലാണ് ആ ശരീരം ഉള്ളത്. ആ ശരീരം അല്ല ഞാൻ. പിന്നെ പ്രാണമയ കോശം. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി, നമ്മുടെ വൈറ്റൽ എനർജി ആണ്. ആ വൈറ്റൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഈ വൈറ്റൽ എനർജി കൊണ്ടാണ് നടക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ശരീരം നടത്തുന്നത് ഈ എനർജി വെച്ചാണ്. പ്രാണിക് എനർജി. ഈ പ്രാണിക് എനർജിയിലുള്ള കുറവും കൂടുതലുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളിൽ തന്നെ മാറുന്നത്. ശരീരത്തിൻ്റെ അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമുള്ള അവസ്ഥ, ഇതൊക്കെ കൂടുന്നത് എനർജിയിലുള്ള വ്യത്യാസമാണ്. എനർജി എന്ന് പറയുന്നത് പ്രാണനാണ്. പ്രാണൻ 5 പ്രാണനുണ്ട്, അത് പറഞ്ഞത്. ആ പ്രാണനുള്ള വ്യത്യാസം തന്നെ നമുക്ക് അറിയാം, നമ്മുടെ അവെയർനെസ്സിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഞാനുമായിട്ട് ആ പ്രാണൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഞാനല്ല പ്രാണൻ. അത് കഴിഞ്ഞാണ് മനോമയ കോശം. മനോമയ കോശം എന്ന് പറയുന്നത് മനസ്സാണ്, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളാണ്. ആ മനസ്സിൻ്റെ അവസ്ഥകൾ നല്ല സുഖമുള്ള അവസ്ഥ, വ്യത്യാസപ്പെട്ടിരിക്കുന്ന അവസ്ഥ, മനസ്സിലെ ചിന്തകൾ, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സ് സദാസമയവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൻ്റെ അവസ്ഥകളുടെ മാറ്റത്തെ മനസ്സിലാവുന്നത് ഞാനെന്ന ബോധത്തിനാണ്. അതുകൊണ്ട് തന്നെ മനോമയ കോശമല്ല. പിന്നെയുള്ളതാണ് വിജ്ഞാനമയ കോശം. വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധി, നമ്മളെ വിജ്ഞാനം, നമ്മളെ വിജ്ഞാനത്തിൻ്റെ അവസ്ഥ, നമുക്ക് അറിയുന്നതും അറിയാത്തതും തമ്മിൽ ഉള്ള വ്യത്യാസം ആരറിയുന്നത്? ഞാൻ തന്നെ. അറിയുന്നതും കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഒക്കെ വിജ്ഞാനത്തിലാണ് എത്ര കൂടുതൽ അറിയോ കുറച്ചറിയോ, ഇതൊക്കെ വിജ്ഞാനത്തിൻ്റെ ലെവലുകളാണ്. നമ്മുടെ ബുദ്ധിയുടെ അവസ്ഥയാണ്. അതറിയുന്നത് ഞാനാണ്. അപ്പം ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ അത് ഞാനല്ല. വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് ഞാനല്ല, എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെയാണ് ആനന്ദമയ കോശം. ആനന്ദമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലാണ്. ആ ഡീപ്പ് സ്ലീപ്പിലുള്ള കാരണശരീരം എന്നും കൂടി പറയും അതിന്. കാരണശരീരം എന്ന് വിളിക്കുന്നത് എല്ലാ കാര്യങ്ങളും ആ കാരണശരീരത്തിൽ നിന്നുണ്ടായതാണ്. കാരണവും കാര്യവും നമുക്കറിയാലോ. കാരണത്തിൽ നിന്നാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഈ കാരണശരീരത്തിൻ്റെ സീഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു വിത്ത് പോലെയുള്ള സ്റ്റേറ്റാണ് ഡീപ്പ് സ്ലീപ്പ് എന്നത്. ഉണരുന്ന സമയത്ത് നമ്മളിൽ ആദ്യം മനസ്സാണ് ഉണരുന്നത്. മനസ്സ് ഹാഫ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് സ്വപ്നം എന്ന അവസ്ഥയൊക്കെ വരും. അത് നമുക്ക് പിന്നെ അതിനെപ്പറ്റി വിശകലനം ചെയ്യാം. പക്ഷെ മനസ്സാണ് ആദ്യം ഉണരുന്നത്. പിന്നെ മനസ്സിൽ നിന്നാണ് ശരീരത്തെ ഉണർത്തുന്നത്. മനസ്സ് ഉണരുന്ന സമയത്ത് തന്നെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും, സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഉറങ്ങിയ അവസ്ഥ നമുക്ക് മനസ്സിൽ ഉണ്ട്, അല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടി എന്നുള്ള ആ അവസ്ഥ അറിയുന്നുണ്ട്. അപ്പം ആ ഡീപ്പ് സ്ലീപ്പിലും എൻ്റെ ബോധം വേറെയാണ്.
ആ ഡീപ്പ് സ്ലീപ്പിലുള്ള അവസ്ഥ ആ ബോധത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണർന്ന സമയത്ത് ആ ബോധത്തിന് അറിയുന്നത് നന്നായി ഉറങ്ങിയെന്ന്. നല്ല ഉറക്കത്തിലും ആ ബോധം അവിടെ ഉണ്ട്. ആ ബോധം അവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. ഈ പഞ്ചകോശ വിവേകം എന്ന് പറഞ്ഞ ഈ പഞ്ചകോശങ്ങൾ 5 കോശങ്ങളും ഞാനല്ല എന്നാണ് വരുത്തുന്നത്. അതിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ ബോധം, എൻ്റെ കോൺഷ്യസ്നെസ്, എൻ്റെ അവയർനെസ് ഇതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ആ പഞ്ചകോശ വിവേകത്തിൽ നമുക്കറിയുന്നത്. ആ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പഠിച്ചത്. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോയപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നോക്കിയത് ദൃഗ്ദൃശ്യ വിവേകം എന്ന ഒരു പ്രകരണ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആദ്യത്തെ ശ്ലോകമാണത്. ആ ശ്ലോകം ഒന്നും കൂടി നോക്കാം. രൂപം ദൃശ്യം ലോചനം ദൃക് തദൃശ്യം ദൃക്തു മാനസം ദൃശ്യാദിവൃത്തയ സാക്ഷി ദൃഗേവനതു ദൃശ്യതേ. അത് ഒരു 4 സ്റ്റേജിലുള്ള 4 കാര്യങ്ങളാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വാക്ക് രൂപം ദൃശ്യം. ആ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ദൃശ്യങ്ങളാണ്. ശബ്ദങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന, നമ്മളെ ശ്രദ്ധയിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളും ദൃശ്യങ്ങളാണ്. അതിനൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കണ്ണ്. രൂപം ദൃശ്യം ലോചനം ദൃക്. ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ്. ആ കണ്ണ് ദൃഷ്ടാവാണ്. കണ്ണാണ് കാണുന്നത് വസ്തുക്കളെ, എല്ലാ ഒബ്ജക്റ്റുകളെ, പ്രകൃതിയെ നമ്മൾ കണ്ണിലൂടെയാണ് കാണുന്നത്. ആ കണ്ണും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ദൃശ്യങ്ങൾക്ക് കണ്ണിനെ കാണാൻ പറ്റില്ല. ആ കണ്ണിലൂടെ മാത്രം ആ കണ്ണിനാണ് അത് കാണാൻ പറ്റുന്നത്. അതിൻ്റെ പ്രോസസ്സൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത്, ഏത് രീതിയിലാണ് ആ കാഴ്ച നടക്കുന്നത്, പ്രകാശങ്ങളും അത് വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ണിലൂടെ റെറ്റിനയിൽ എത്തുന്നതും റെറ്റിനയിൽ നിന്ന് ഒപ്റ്റിക്കൽ നെർവ് വഴി ബ്രെയിനിലേക്ക് പോകുന്നതും അവിടെ വെച്ചിട്ട് അവിടുന്ന് ന്യൂറോൺ ഫയറിങ് ഉണ്ടാവുന്നതും പിന്നെ എങ്ങനെയോ അത് മൈൻഡിലെത്തുന്നു. അത്രമാത്രമേ ഉള്ളൂ അവിടെ. കാര്യം മോഡേൺ സയൻസിൽ കോൺഷ്യസ്നെസ് അങ്ങനെ വലുതായിട്ട് മനസ്സിലാക്കുന്നില്ല. മനസ്സ് തന്നെ ആ ന്യൂറോൺ ഫയറിങ്ങിൻ്റെ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ തീർന്നു. അവിടുത്തെ അതിനപ്പുറത്തേക്ക് മനസ്സിനെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സയൻസുകളും ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് എല്ലാ സയൻസും. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ആ ന്യൂറോൺ എന്നുള്ള ലെവലിൽ മാത്രമേ ഇതുവരെ സ്റ്റഡി നടത്തുള്ളൂ. അതിൻ്റെ പിന്നെ നടക്കുമായിരിക്കും. പക്ഷെ അതൊന്നുമല്ല നമ്മൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ മാറ്റാനോ ഇതിനൊന്നും വേണ്ടി പറയുന്നതല്ല. പക്ഷെ നമ്മളെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ നമ്മളെ മനസ്സിലേക്കാണ് എത്തുന്നത്. മനസ്സിൽ എത്തുന്നത് നമ്മുടെ ബോധത്തിൽ നിന്നാണ് അത് അറിയുന്നത്. മനസ്സിൽ കണ്ണുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. കണ്ണും ആ വസ്തുക്കളും കാണുന്ന വസ്തുക്കളും വ്യത്യാസമാണ്. അപ്പം ആദ്യത്തെ സ്റ്റേജിലുള്ള ദ്രഷ്ടാവ് എന്ന് പറയുന്നത് കണ്ണാണ്. ആദ്യത്തെ സ്റ്റേജിലുള്ള ദ്രഷ്ടാവ് കണ്ണാണ്. ദൃശ്യവും ദൃഷ്ടാവും വ്യത്യാസമാണ്.
ദൃശ്യങ്ങളും ദൃഷ്ടാവും ഒന്നല്ല. ദൃശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണിൻ്റെ മുമ്പിൽ വരുന്ന ദൃശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ കണ്ണിന് ഒരു മാറ്റവും ഇല്ല. കണ്ണ് അവിടെ തന്നെ നിൽക്കുകയാണ്. കണ്ണിലൂടെ പല ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. കണ്ണ് ഒരു ദൃഷ്ടാവായിട്ട് നിൽക്കുകയാണ്. ഈ കണ്ണിൽ വരുന്നതും അതുപോലെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, സ്മെല്ല് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എത്തുന്നത് മനസ്സിലാണ്. മനസ്സിലെത്തിയാൽ മനസ്സിനാണ് മനസ്സിലാവുന്നത് കണ്ണ് തുറന്നിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ആ വസ്തുവിനെ. ഇതൊക്കെ അറിയുന്നത് മനസ്സിനാണ്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ മനസ്സാണ് ദൃഷ്ടാവ്. കണ്ണും കണ്ണിൻ്റെ അവസ്ഥകളും ഒക്കെ ഒരു ദൃശ്യമായിട്ട് മാറുകയാണ് മനസ്സിന്. നമ്മൾ കേൾക്കുന്ന ചെവിയുടെ അവസ്ഥ, കണ്ണിൻ്റെ അവസ്ഥ, ത്വക്കിൻ്റെ അവസ്ഥ, മൂക്കിൻ്റെ അവസ്ഥ, ഇതൊക്കെ ദൃശ്യങ്ങളാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. മനസ്സ് ദൃഷ്ടാവ്. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേജിൽ ദൃഷ്ടാവാണ്. ആ വ്യത്യാസം അവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ. ദൃഷ്ടാവും ദൃശ്യവും അത് വേറെയാണ്. കണ്ണും മനസ്സും തമ്മിൽ വേറെയായി അവിടെ. പിന്നെയാണ് ഈ മനസ്സിൻ്റെ അവസ്ഥകൾ. നമുക്ക് മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് ബോധത്തിലാണ്. എൻ്റെ ബോധമാണ് അവിടെ ഷൈൻ ചെയ്യുന്നത്. ബോധത്തിനാണ് മനസ്സിൽ വരുന്ന ചിന്തകൾ, മനസ്സിൽ വരുന്ന കോഗ്നിഷൻസ്, മനസ്സിൽ വരുന്ന ഐഡിയകൾ, അല്ലെങ്കിൽ മനസ്സിൽ ഏതെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്നേ ശബ്ദമാണെന്ന്, ശബ്ദം കേൾക്കുന്നത് മനസ്സിലാണ്. ശബ്ദം എത്തുന്നുണ്ട്, ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദം മനസ്സിലെത്തുന്നുണ്ട്. പക്ഷെ മനസ്സിലെ കാര്യങ്ങൾ, എത്തുന്ന കാര്യങ്ങൾ നമ്മളെ ബോധത്തിലെത്തും മാത്രമേ നമുക്കത് കേൾക്കുന്നുള്ളൂ. പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതിന് നമുക്ക് ഏതെങ്കിലും ഒരു ശബ്ദത്തിനെ പിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബോധത്തിൽ വിചാരിച്ചാൽ, നമ്മൾ ബോധത്തിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ശബ്ദത്തെ പിക്ക് ചെയ്യാൻ പറ്റും. ആ ശബ്ദത്തെ പിക്ക് ചെയ്ത് ശബ്ദം എവിടുന്ന് കേട്ട് കഴിഞ്ഞാലും ആ ശബ്ദം എവിടുന്നാണ് വന്നത്, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതാരാണ്? അതാണ് ഞാൻ. ഈ ഞാനാണത്. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. ആ സാക്ഷിയാവുമ്പോഴാണ്, ആ സാക്ഷിക്ക് മാത്രമാണ് ആ മനസ്സിലെത്തുന്ന കാര്യങ്ങൾ. മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, ഒരുപാട് ദൃശ്യങ്ങൾക്ക് നമ്മളെ മുന്നിലുണ്ട്. പക്ഷേ നമ്മൾ അതിലൊന്നും, നമുക്ക് ആവശ്യമുള്ള സാധനം ആ ദൃശ്യങ്ങളിൽ നിന്ന്, നമ്മൾ കാണുന്ന ഒബ്ജക്റ്റുകളിൽ നിന്ന് ആവശ്യമുള്ള സാധനത്തിലേക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ? ആ ശ്രദ്ധ സാധ്യമാവുന്നത് ഈ ബോധം കൊണ്ടാണ്. ഈ ബോധത്തിലൂടെയാണ് ആ ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ബോധത്തിലൂടെയാണ് വ്യക്തമാവുന്നത് ഏത് വസ്തുവാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സാക്ഷിയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൃഷ്ടാവ്. ഞാനെന്ന് പറയുന്ന ഈ ദൃഷ്ടാവ് ആ സാക്ഷിയാണ്, ആ ബോധാണ്. വേറെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിന് നമ്മൾ കാണുന്നുണ്ട്, കണ്ണിന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒബ്ജക്റ്റിന് കണ്ണിനെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ കണ്ണിന് മനസ്സിനെ കാണാൻ പറ്റൂല. മനസ്സിന് ഈ ബോധത്തെ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് നമുക്ക് ഈ മനസ്സിന് ഈ ബോധത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ ബോധം, ഞാനെന്ന ബോധത്തെ മനസ്സിലാക്കാൻ പ്രയാസാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ബോധം മനസ്സിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. ആ ബോധം ഞാനാണ്. അപ്പോൾ ഈ മനസ്സിലൂടെ നമുക്ക് ആ ബോധത്തെ അറിയാൻ പറ്റില്ല. കാര്യം അത് ഞാൻ തന്നെയാണ്. ഈ കണ്ണിന് കാണാൻ പറ്റാത്തത് എന്താണ്? കണ്ണിന് കാണാൻ പറ്റാത്തത് കണ്ണ് തന്നെയാണ്.
കണ്ണിലൂടെ നമുക്കെല്ലാം കാണാൻ പറ്റും, പക്ഷെ കണ്ണൊരിക്കലും കണ്ണിന് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മനസ്സിലൂടെ നമുക്ക് എല്ലാ ചിന്തകളും എല്ലാ അറിവുകളും മനസ്സിലെത്തുന്നുണ്ട്, എല്ലാ ബോധവും എല്ലാം മനസ്സിലെത്തുന്നുണ്ട്. മെമ്മറിയും ഐഡിയകളും ചിന്തകളും ഒക്കെ മനസ്സിലെത്തുന്നുണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. മനസ്സിനെ കാണുന്നത് ഈ ബോധമാണ്. ഞാനെന്ന ഈ ബോധമാണ് മനസ്സിനെ കാണുന്നത്. എന്നാൽ ഈ ബോധത്തെ ആർക്കും കാണാൻ പറ്റില്ല. ഈ ബോധത്തെ ആർക്കും കാണാൻ പറ്റില്ല. ഈ ബോധം എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഈ ബോധം ഒരു ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഈ ബോധത്തിനെ പറ്റി. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോ അയമഗ്നി എന്ന് പറഞ്ഞാൽ ഈ ബോധത്തിൻ്റെ അടുത്തേക്ക് സൂര്യപ്രകാശത്തില്ല, ചന്ദ്രനും താരകങ്ങളും ഈ ബോധത്തിൻ്റെ അടുത്തേക്ക് എത്തില്ല. നതത്ര സൂര്യോഭാതി, അവിടെ സൂര്യൻ ഷൈൻ ചെയ്യില്ല, സൂര്യൻ്റെ പ്രകാശം അവിടെ എത്തില്ല. അതുപോലെ ചന്ദ്രതാരകങ്ങളും അവിടെ എത്തില്ല, നക്ഷത്രങ്ങളും ചന്ദ്രൻ്റെയും പ്രകാശം അവിടെ എത്തില്ല. പിന്നെ അതുപോലെ നേമാ വിദ്യുതോ ഭാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നലിൻ്റെ വെളിച്ചം പോലും അവിടെ എത്തില്ല. കുതോ അയമഗ്നി ആ സമയത്ത് നമ്മൾ വിളക്ക് പോലും എത്തില്ല. പിന്നെയാണോ ഈ വിളക്ക് എന്നാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. പിന്നെയാണോ ഈ വിളക്ക് മുന്നിലുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ വേറെ വെളിച്ചങ്ങൾക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല ഈ ബോധത്തിലേക്ക്. അതാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോധം എന്നത് ഈ രീതിയിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ ബോധത്തെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഈ അഭ്യാസങ്ങൾ നടക്കുന്നത്. ഈ ബോധത്തെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഞാനെന്ന ഈ ബോധത്തെ അറിഞ്ഞിട്ട് വേണം ബ്രഹ്മത്തിലേക്കെത്താൻ. ഞാനെന്ന ജ്ഞാനത്തിൽ നിന്ന്, ഞാനെന്ന ബോധം ആദ്യം വ്യക്തമായി അതിൻ്റെ ഫൗണ്ടേഷൻസാണ് ഇതൊക്കെ. ഈ ഫൗണ്ടേഷൻസിൽ നിന്ന് ഞാൻ എന്നത് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. ഞാനെന്ന ബോധം അറിയുമ്പോൾ തന്നെ, ഞാനെന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുമ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അത് നമ്മളെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഈ ദുഃഖങ്ങൾ, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. കാര്യം ഈ ദുഃഖങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളെ ബോധത്തിലെത്തുന്നതാണ്. ഈ ദുഃഖങ്ങളൊക്കെ ബോധത്തിലേക്ക് വരുന്നതാണ്. പക്ഷേ ഈ ബോധം ഇതൊന്നുമല്ല. ദുഃഖം വരുന്നു പോകുന്നു, അങ്ങനെ ആ ഒരവസ്ഥയിലാണ്. വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും വരുന്നു പോകുന്നു. ഇതൊന്നുമല്ല ഞാൻ. ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അഹം ബ്രഹ്മാസ്മി എന്നല്ലേ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, അഹം ഞാൻ ബ്രഹ്മമാണ്. ആ ഒരു ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആണ് നമുക്കത് ബ്രഹ്മജ്ഞാനത്തിൻ്റെ ആ ഒരു നോളജിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത്. അതുവരെ ഗുരു നമ്മുടെ അടുത്ത് പറഞ്ഞാലും തത്വമസി നീയാണ് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് അത് മനസ്സിലാവില്ല. കാര്യം അതെങ്ങനെയാണ് ഞാൻ അത് തത്വം
ത്വം അസി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മം നീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് മനസ്സിലേക്ക് എത്തില്ല, നമുക്കത് നമ്മളെ ബോധത്തിലേക്ക് എത്തില്ല. എന്തുകൊണ്ടാണ്? ഈ ഞാൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവിടെ. അപ്പം ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആദ്യം നന്നായിട്ട് കേൾക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. ശ്രവണം കഴിഞ്ഞിട്ടാണ് മനനം എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ശ്രവണത്തിൽ നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത് എത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളിത് ചെറിയൊരു സമയം മാത്രമേ നമുക്ക് ഈ ക്ലാസ്സുള്ളൂ. പക്ഷേ നമ്മളെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഒക്കെ വിശകലനം ചെയ്യുന്നത്. നമ്മൾ ബുക്കുകളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. കാര്യം നമ്മളെ ബേസ് അതാണ്. ഋഷിമാരുടെയും ഒക്കെ അനുഭവത്തിൽ നിന്ന് വന്നതാണ്. അവർ കണ്ട ദൃഷ്ടാന്തങ്ങളാണ് ഈ മന്ത്രങ്ങളൊക്കെ. അത് സൃഷ്ടി എന്ന് നടന്നോ അന്നു മുതൽ തന്നെ ഈ ഒരു നോളജ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഋഷിമാർ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടി അഥർവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു സത്യം വെളിപ്പെടുത്തുന്നത് അഥർവൻ അങ്കിരന് പറഞ്ഞു കൊടുത്തു. അങ്കിരസ് ഭരദ്വാജന് പറഞ്ഞു കൊടുത്തു. ഭരദ്വാജൻ അങ്കിരസിന് പറഞ്ഞു കൊടുത്തു. അങ്കിരസിനോട് ശൗനകൻ ചോദിക്കുന്നതാണ്. ഒരു ഉപനിഷത്താണത്. മുണ്ടകോപനിഷത്തിൽ ശൗനകൻ ചോദിക്കുകയാണ് എന്താണെന്ന്. ഒരു കാര്യം അറിഞ്ഞാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയുന്ന ആ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അതാണ് ആ മുണ്ടകോപനിഷത്തിൻ്റെ പശ്ചാത്തലം. അതിൽ നിന്നാണ് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉപനിഷത്തിലുള്ള മന്ത്രമാണ് നേരത്തെ പറഞ്ഞത്. തത്ര സൂര്യോഭാതി എന്ന് വേറെ ഏതോ ഒരു ഉപനിഷത്തിലും കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അറിവ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് നമ്മുടെ ശ്രദ്ധയോടുകൂടിയാണ്. ആ ശ്രദ്ധ ഏത് തരത്തിലുള്ള ശ്രദ്ധയായിരിക്കണം എന്ന് ടിബറ്റൻ ലാമമാർ പറയും. എങ്ങനെ ശ്രദ്ധിക്കണമെന്ന്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ ശ്രദ്ധിക്കണമെന്ന്. അതായത് ഒരു പാത്രമായിട്ടാണ് അവർ ടിബറ്റൻ ലാമമാർ കമ്പയർ ചെയ്യുന്നത്. ഡോണ്ട് ബി എ ലീക്കി പോട്ട് എന്ന് പറയും. അത് ഈ ഹോളുള്ള പാത്രങ്ങളുമായിട്ട് നമ്മൾ വെള്ളം കളക്ട് ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത പാത്രങ്ങളായിട്ട് വെള്ളം കളക്ട് ചെയ്യാൻ പോകരുത്. പിന്നെ പാത്രം ഫുള്ളായിട്ടുള്ള പാത്രമായിട്ട് വെള്ളം കളക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പാത്രം എംറ്റി ആക്കിയിട്ട് പോകണം. പിന്നെ പറയുന്നത് അപ്സൈഡ് ഡൗൺ ആവരുത്. പാത്രം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള ശ്രദ്ധയാവരുത്. ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ വാക്കിലും ശ്രദ്ധ തന്നെ വേണം. കുറച്ച് സമയമാണ് നമുക്ക് ക്ലാസ്സുള്ളത്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ എളുപ്പമായിരിക്കും. ആ ഒരു ശ്രദ്ധയാണ് ഇമ്പോർട്ടൻ്റ്. ആ ശ്രദ്ധയിലൂടെ നമുക്ക് അറിയേണ്ടത് നമ്മളെ ശ്രവണം. അത് നമ്മൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേട്ട കാര്യങ്ങളിൽ നമ്മളിപ്പം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് അറിഞ്ഞ് മനസ്സിലായി വരും അല്ലേ. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അതിലോരോരോ കാര്യങ്ങളും അത്ര കാര്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല. കോംപ്ലിക്കേറ്റ് ആവുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്കത് നമ്മുടെ ബോധത്തിലേക്ക്, നമ്മളെ അറിവിലേക്ക് എത്തും. പിന്നെ അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക്
അഭ്യാസം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് മനനാണ്. മനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ട കാര്യങ്ങൾ നമ്മൾ റീസൺ ചെയ്യുക. ഇത് മനസ്സിലേക്ക് വീണ്ടും മനസ്സിലേക്ക് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു റീസണിങ് എന്നുള്ള രീതിയിൽ വരണം. ആ കേട്ട കാര്യങ്ങളുടെ എല്ലാ വശങ്ങളും ഒന്ന് നിരീക്ഷിക്കുക. നിരീക്ഷിച്ച് അത് ശരിയാണോ എന്ന് മനസ്സിനെ കൊണ്ട് തന്നെ അത് മനനം ചെയ്യിക്കുക. മനസ്സ് തന്നെ ഈ കേട്ട കാര്യങ്ങൾ, ഈ ബോധം ശരീരവും ഞാനും വ്യത്യാസമാണോ, മനസ്സും ഞാനും വ്യത്യാസമാണോ, അതെങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അത് എത്രമാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് മനസ്സിൽ. അതാണ് മനനം ചെയ്യുന്നത്. അത് നമുക്ക് ത്രൂ ഔട്ട് ദ വീക്ക് അത് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് നിധിധ്യാസനം എന്നുള്ള സ്റ്റേജിലേക്ക് അതിന് നമുക്ക് കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തേ പറ്റും. അത് നമ്മളെ ഭാഗമായിട്ട് മാറണമെങ്കിൽ, അസിമിലേഷൻ നടക്കണമെങ്കിൽ, നമ്മൾ കേട്ട കാര്യങ്ങൾ, ഈ ശ്രദ്ധയോടുകൂടി കേട്ട കാര്യങ്ങൾ മനനം ചെയ്ത് മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. അതായത് മനസ്സാണ് ഇതിൻ്റെ ഒബ്ജക്ഷൻ. എല്ലാ പ്രശ്നങ്ങളും മനസ്സിൻ്റെ ഒബ്ജക്ഷനിലാണ് നിൽക്കുന്നത്. കാര്യം മനസ്സാണ് മാറാൻ സമ്മതിക്കാത്തത്. കാര്യം മനസ്സിന് ഇമ്പോർട്ടൻ്റ് ഇല്ലാണ്ടാവി മാറുവാണ്. മനസ്സ് വലിയ സാധനമാണ്. കാര്യം മനസ്സിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ പല രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ആ മനസ്സിനെ ഇല്ലാതാക്കാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് ഒബ്ജക്ഷൻ വരും. ആ ഒബ്ജക്ഷനെ നമ്മൾ തരണം ചെയ്യണം. അതുകൊണ്ടാണ് മനനം ഇമ്പോർട്ടൻ്റായി മാറുന്നത്. റീസണിങ്, മനസ്സിനെ തൃപ്തിയാക്കിയെടുക്കൽ. അതിന് കുറച്ച് സാധനകൾ നമ്മൾ ആ ഒരു നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാം അല്ലേ. സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞിട്ട് ഒരു 4 സാധന ഉണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4 സാധനകളെ പറ്റിയിട്ട് നമ്മൾ ഈ അദ്വൈത വേദാന്തത്തിൽ ഇത് പല ഉപനിഷത്തുകളിലായിട്ട് ഉള്ളതാണ്, ചെതറിക്കിടക്കുകയായിരുന്നു. അത് പിന്നെ അതായത് അദ്വൈത വേദാന്തത്തിൽ ഭാഗത്തിൽ ആയിട്ട് ഈ ഉപനിഷത്തുകൾ വന്നപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ സാധന ചതുഷ്ടയം എന്നുള്ള രീതിയിൽ മാറ്റിയെടുത്തതാണ്. അപ്പം അതിലുള്ള ആദ്യത്തെ ഒരു സാധനമായിട്ട് പറയുന്നത് വിവേകം, പിന്നെ ഒന്ന് വൈരാഗ്യം, പിന്നത്തത് ഷഡ് സമ്പത്ത് എന്നാണ് പറയുക. ഷഡ് സമ്പത്ത്, പിന്നെ മുമുക്ഷുത്വം. ഈ വിവേകം എന്ന് പറയുന്നത് വിവേകം എന്നതാണ് നമ്മളിപ്പം ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ 1-2 ക്ലാസ് എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവേകം തന്നെയാണ്. നിങ്ങൾക്ക് പഞ്ചകോശ വിവേകം, ദൃക്ദൃശ്യ വിവേകം, ഇനി വേറൊന്ന് മനസ്സിലാക്കാനുള്ളത് അവസ്ഥാത്രയ വിവേകം ഒക്കെ ഈ വിവേകം തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വിവേകം എന്ന് പറഞ്ഞാൽ നിത്യ അനിത്യ വിവേക, നിത്യാനിത്യ വിവേക എന്ന് പറഞ്ഞാൽ നിത്യവും എന്ന് പറഞ്ഞത് എപ്പോഴുള്ളതും അനിത്യമായതും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമുക്കറിയാം. നമ്മളിപ്പം വിവേകം, നമ്മൾ പഞ്ചകോശ വിവേകത്തിലായാലും ദൃക്ദൃശ്യ വിവേകത്തിലും പറയുമ്പോൾ നമുക്ക് നമ്മളെ ബോധം എന്നത് സ്ഥിരമായിട്ടുള്ളതും ബാക്കിയുള്ളതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അനിത്യങ്ങളാണ്, വസ്തുക്കളാണ്. മനസ്സായാലും ശരീരമായാലും ഒക്കെ അനിത്യമാണ്. പുറമേയുള്ള വസ്തുക്കളായാലും ജനിച്ചുകൊണ്ടിരിക്കുന്നു, അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ അതിന് നാശം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അനിത്യമാണ്. നിത്യമായിട്ടുള്ളത് ബ്രഹ്മമാണ്, അനിത്യമായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം, നമ്മൾ കാണുന്ന ഈ ഒബ്ജക്റ്റുകളെല്ലാം, ഈ പ്രപഞ്ചം മുഴുവൻ
അനിത്യമാണ്. അതാണ് നിത്യ അനിത്യം, പരവും അപരവും. അതാണ് വിവേകം. ആ വിവേകമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു വ്യത്യാസമാണ് നമ്മളിൽ അറിയേണ്ടത്, നിത്യ അനിത്യ വിവേകം. പിന്നെ രണ്ടാമത്തത് ആണ് വൈരാഗ്യം. വൈരാഗ്യത്തിൻ്റെ മീനിങ് പറയുന്നത് ഇഹമുത്രാർത്ഥ ഫലഭോഗ വിരാഗത. ഇഹമുത്രാർത്ഥ ഫലഭോഗ വിരാഗത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും, അമുത്ര എന്ന് പറയുന്നത് നമ്മൾ സ്വർഗലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിലും സ്വർഗലോകത്തിലും നമുക്ക് അർത്ഥ, ഫലം, ഭോഗം എന്നൊക്കെയുള്ള ചിന്തകളിൽ വിരാഗത ഉണ്ടാവുക, ഇച്ഛയില്ലാണ്ടാവുക. ഫലത്തിലോ ഭോഗത്തിലോ ഇച്ഛയില്ലാതാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അർത്ഥം, ഫലം, ഭോഗം, ഇതിലൊക്കെ ആഗ്രഹം ഇല്ലാണ്ടാക്കിയെടുക്കുന്നതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേൾഡി ആയിട്ടുള്ള ജീവിതം, ഈ ലോക എന്ന് പറയല്ലേ, ലോക അസൂര്യാനാമ ലോക എന്നാ പറയുക. ലോകം, ഈ ജനങ്ങൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നവർ, പ്രപഞ്ചത്തുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവർക്കാണ് അവരുടെ ചിന്തകൾ അസൂര്യമായ ചിന്തകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിരക്തി ഉണ്ടാവുക, അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുക, വേൾഡിനെസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക. അതിനാണ് വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥ, ഫല, ഭോഗ വിരാഗത. പിന്നെ പറയുന്നത് ഷഡ്സമ്പത്തി. ഷഡ്സമ്പത്തിയിൽ വരുന്നത് ക്ഷമ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെ ശാന്തമാക്കലാണ്. മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവരല് മനോനിഗ്രഹം എന്നും പറയും. മനസ്സിനെ ശാന്തമാക്കിയിട്ട് കൊണ്ടുവരുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ദമ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കൽ. മനസ്സിനെ ശാന്തമാക്കിയാൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കാൻ എളുപ്പമാണ്. മനസ്സിനെ ശാന്തമാക്കുക, ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുക. പിന്നെയാണ് ഉപരതി. ഉപരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അവിടെയും ഈ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എന്തായാലും ഉണ്ടല്ലോ. നമ്മളെല്ലാവരും ഗൃഹസ്ഥരെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുക. പുറമേയുള്ള മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അധികം ഇടപെടാതെ നോക്കുക, മാറി നിൽക്കാൻ പറ്റുക. ഇനി അത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിഷ്കാമ കർമ്മം എന്നുള്ള രീതിയിൽ വൈരാഗ്യത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പം അതൊരു നിഷ്കാമ കർമ്മമായിട്ടാണ് മാറുക. ഫലഭോഗേച്ഛ ഇല്ലാതെ, ഫലം നോക്കാതെ ചെയ്യുമ്പോൾ അത് ഉപരതിയായി മാറും. മനസ്സിനെ നിയന്ത്രിച്ച്, നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, രണ്ട് നിയന്ത്രണങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപരതി വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ്. പിന്നെ തിതിക്ഷ. തിതിക്ഷ എന്ന് പറയുന്നത് ശീതോഷ്ണ സുഖദുഃഖ സമാഹ. അത് ശീതോഷ്ണത്തിലും സുഖദുഃഖത്തിലും നമുക്ക് ഒരു മാറ്റം ഇല്ലാണ്ടാവുക. ഉഷ്ണമാണെങ്കിലും തണുപ്പാണെങ്കിലും നമുക്കത് എഫക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. സുഖദുഃഖങ്ങളും ഒരുപോലെ കാണുക. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുപോലെ നമ്മൾക്കതിനെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അതാണ് ശീതോഷ്ണ സുഖദുഃഖ സമാഹ. അതാണ് തിതിക്ഷ.
പിന്നെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഈ അദ്വൈത വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജ്ഞാന സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലതും നമ്മൾ ഉപനിഷത്തുകളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളെ കേട്ടിട്ടാണ് അതിലുള്ള ഒരു വിശ്വാസം. അതാണ് ശ്രദ്ധ, അതിലുള്ള വിശ്വാസം. അത് നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്തും, നമ്മളിപ്പം മാത്സ് പഠിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കെമിസ്ട്രി, സയൻസ്, ഏത് വിഷയങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആ ബുക്കിലുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മൾ വിശ്വസിക്കാതെയല്ലല്ലോ പഠിക്കാൻ ശ്രമിക്കുന്നത്. ബുക്കിൽ എഴുതി വെച്ചത് നമുക്ക് ആദ്യം അത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ എഴുതിയതൊക്കെ തെറ്റാണെന്ന് കരുതുന്നില്ലല്ലോ. നമ്മളത് പഠിച്ചെടുക്കുന്നല്ലേ. അപ്പോൾ ആ പഠിച്ചെടുക്കുന്നത് വരെ നമുക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവണം, ഒരു ഫെയ്ത്ത് ഉണ്ടാവണം. നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നില്ലേ, ആ ശ്രദ്ധ, ആ വിശ്വാസം തന്നെയാണത്, ആ ഗുരുവിലുള്ള വിശ്വാസം. അപ്പം അതാണ് ശ്രദ്ധ. പിന്നെ സമാധാനം എന്ന് പറയുന്നത് നമ്മളെ ഏകാഗ്രതയാണത്. ഈ ഷഡ് സമ്പത്ത് എന്ന് പറയുന്നത് ഒന്നിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതൊരു ക്രമത്തിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഏകാഗ്രത നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. സമാധാനം, ഏകാഗ്രതയിലേക്ക് എത്താൻ വളരെ എളുപ്പമായിട്ട് സാധിക്കും. പിന്നെ ഈ ഷഡ് സമ്പത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മുമുക്ഷുത്വം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും. മുമുക്ഷുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, നമ്മളെ ഡിസയർ, നമുക്ക് മോക്ഷം വേണമെന്നുള്ള ഇൻറ്റൻസ് ഡിസയർ. നമ്മൾ ഈ ഭൂമിയിൽ ഈ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മോക്ഷം നേടുന്നുള്ളത്. നമുക്ക് മറ്റൊന്നുകൊണ്ടും മറ്റെന്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തൃപ്തിയാവുന്നില്ല. നമുക്ക് തൃപ്തിയാവാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും മതിയാവാത്ത ഒരവസ്ഥയിലേക്കാണുള്ളത്. കാര്യം അത് അനന്തമായിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൽ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. സന്തോഷം, ചെറിയ സന്തോഷങ്ങൾ കിട്ടിയാലൊന്നും പോരാ, നമുക്കത് മുഴുവനായിട്ട് തന്നെ കിട്ടണം. ആ ചെറിയ സന്തോഷത്തിൽ ഇന്ന് ഹാപ്പി ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പോകും, പിന്നെ അതിലും വലുതിലേക്ക് പോകും. അപ്പോൾ അനന്തതയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം ആ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം തന്നെ വേണം. അപ്പം അങ്ങനെയാണ് ഈ മോക്ഷത്തിലേക്കുള്ള ഡിസയർ ഉണ്ടാവുന്നത്. കാര്യം ബാക്കിയൊക്കെ ഈ ലോകം അല്ലെങ്കിൽ അടുത്ത ലോകം എന്ന് പറയുന്നത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അടുത്ത ജന്മത്തിലേക്ക് കൂടെ സ്വർഗത്തിലേക്കും 7 സ്വർഗങ്ങൾ ലെവലുകൾ ഉണ്ടല്ലോ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വർഗം എന്ന് പറയുന്ന ബ്രഹ്മലോകം, അതാണെങ്കിലും നമുക്ക് സ്വർഗം തന്നെയാണ്. നമ്മൾ കർമ്മത്തിനനുസരിച്ചിട്ടാണ് കിട്ടുന്നത് ബ്രഹ്മലോകവും. അപ്പോൾ ഇപ്പം ഈ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ കർമ്മം, നല്ല പുണ്യകർമ്മങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് അടുത്ത ജന്മത്തിലേക്ക് ഒരുപക്ഷെ എത്താൻ പറ്റും. പക്ഷേ ആ നമ്മളെ നല്ല കർമ്മങ്ങളുടെ ആ ബാലൻസ് കഴിയുന്നതോടുകൂടി വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കേണ്ടതായി വരും അടുത്ത ജന്മങ്ങൾ. അങ്ങനെ ഈ ജന്മത്തിൻ്റെ സൈക്കിളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന, എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈക്കിളാണ്. ഈ സൈക്കിളിനൊരു സ്റ്റോപ്പേജ് ഇടലാണ് മോക്ഷം. ആ മോക്ഷത്തിലേക്കാണ് നമ്മുടെ യാത്ര. എല്ലാവർക്കും ആ മോക്ഷം സാധ്യമാണ്, എല്ലാവർക്കും മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും, എല്ലാവരും എത്തണം. അത് ഈ ജന്മം തന്നെയാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ അതിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മോക്ഷം എത്രയും വേഗത്തിൽ കിട്ടട്ടെ. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഉദ്ദേശിക്കുന്ന മോക്ഷം ജീവൻ മുക്തിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മുക്തി. അതിലൂടെയാണ് നമ്മളെല്ലാ സുഖവും ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുക. എല്ലാ സന്തോഷവും എല്ലാത്തിൽ നിന്നും സാക്ഷിയായി മാറി നിന്നുകൊണ്ട് നമുക്ക് എല്ലാം ഈ ബ്രഹ്മൻ ഓഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഉപനിഷത്തുകൾ ഓഫർ ചെയ്യുന്ന ബ്രഹ്മനില്ലേ, ബ്രഹ്മൻ ഓഫർ ചെയ്യുന്നത് എല്ലാമാണ്. മുഴുവൻ അനന്തമായ മുഴുവൻ കാര്യങ്ങളാണ് ബ്രഹ്മം ഓഫർ ചെയ്യുന്നത്. ആ ബ്രഹ്മം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ മുക്തി തന്നെ കിട്ടണം. വിദേഹമുക്തി കിട്ടിയിട്ട് കാര്യമില്ല. മരണസമയത്താണ് നമുക്ക് മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് വിദേഹമുക്തിയാവും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പം തന്നെ മുക്തി കിട്ടണം.